السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق سيدنا سيد الوجود محمد مصطفى صلى الله عليه وسلم وآله وأهل بيته وأصحابه رضوان الله تعالى عن كل واحد منهم أجمعين. بحق سيدنا أبو العباس سيدي أحمد بن محمد التجاني رضي الله عنه وخلفائهم ومريدهم وقدمي كلهم أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയം നിറഞ്ഞ തിജാനി ഇഖ്വാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്വമൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നാളെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സയ്യിദുൽ ശൈഖ് തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഇതിനേക്കാൾ റാഹത്തിലും സന്തോഷത്തിലുമായി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും നമ്മുടെ ഇഖ്വാനികളെയും നമ്മുടെ കുടുംബക്കാരെയും മുഅ്മിനീങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്നു മശ്ശരി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാനവറുകൾ സയ്യിദുന ശൈഖ് തങ്ങളുമായിട്ടുള്ള ബന്ധം അത്രയും സുഹൃത്ത് ബന്ധം പോലെ ഒരു മുരീദ് ശൈഖും തമ്മിലുള്ള ബന്ധം നമ്മൾ ആഴത്തിൽ സ്പർശിച്ചു. സയ്യിദുന ശൈഖ് ബഹുമാനപ്പെട്ട ശിഷ്യൻ ബഹുമാനപ്പെട്ട മശ്ശരി തങ്ങളുടെ ഇൽമിൽ പലപ്പോഴും അത്ഭുതം കൂറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സയ്യിദുന ശൈഖ് തങ്ങളും മശ്ശരി തങ്ങളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു കത്ത് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് മാത്രമാണ് ബഹുമാനപ്പെട്ട മശ്ശരി തങ്ങൾ മുഴുവൻ സ്വീകരിക്കാനുള്ള ഉലൂമുകളൊക്കെയും സ്വീകരിക്കുന്നത്. ഫിഖ്ഹിൽ, ഹദീസിൽ, തസൗഫിൽ ഇതിലൊക്കെയും അഗാധ പാണ്ഡിത്യം ബഹുമാനപ്പെട്ടവർ നേടിയെടുത്തു. അതിലൊക്കെ തഹ്ഖീഖ് ഉണ്ടായിരുന്നു എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ മഹാനവറുകളുടെ ദാനധർമ്മത്തെക്കുറിച്ച് പരാമർശിച്ചു. എല്ലാം ദുനിയാവിന് തീരെ വകവെക്കാതെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ അത് പുലർത്തി മുഴുവൻ ആളുകൾക്കും മുഴുവൻ സഹോദരങ്ങൾക്കും ഇഖ്വാനിങ്ങൾക്ക് ആവശ്യക്കാർക്കൊക്കെയും വാരിക്കോരി കൊടുക്കുന്ന മുഴുവൻ സമർപ്പിക്കുന്ന പ്രകൃതത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി മഹാനവറുകളുടെ സുഹുദ്, ദുനിയാവിനോടുള്ള പരിത്യാഗം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നിർബന്ധമായി നമ്മൾ പരാമർശിക്കേണ്ട ഒരു വിഷയമാണ് മഹാനവറുകളുടെ സുഹുദ് എന്ന് പറയുന്നത്. മഹാനവറുകൾ ഇസ്തിഖാമത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുന്നതിന് വേണ്ടി മറ്റുള്ളൊക്കെയും ത്യജിച്ച് ദുനിയാവിനൊന്നും വകവെക്കാതെ മഹാനവറുകൾ അതിന് യാതൊരു വില കൊടുക്കാതെ അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളൊക്കെയും ഒഴിവാക്കി ഇസ്തിഖാമത്തിലായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ മഹാനവറുകൾ ജീവിതത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല, വീട് നിർമ്മിച്ചിട്ടില്ല. മുഴുവൻ സമയം ബഹുമാനപ്പെട്ട സയ്യിദുൽ ശൈഖ് റളിയല്ലാഹുവിന്റെ ഖിദ്മത്തിലേക്ക് കഴിഞ്ഞുകൂടി. കല്യാണം പോലും മറന്നു, കല്യാണം പോലും ഒഴിവാക്കി. എന്തിനു വേണ്ടി? ബഹുമാനപ്പെട്ട തിജാനിയത്തിന് വേണ്ടി, സയ്യിദുൽ ശൈഖ് റളിയല്ലാഹുവിന്റെ ഖിദ്മത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉയരുന്നതിന് വേണ്ടി. മഹാനവറുകൾ നാളേക്ക് വേണ്ടി, ഭാവി ജീവിതത്തിന് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല മുതലാളിമാരായ, രാജാക്കന്മാരായ, നേതാക്കന്മാരായ ആളുകളുടെ അടുക്കലേക്ക് ആവശ്യത്തിന് വേണ്ടി പോവുകയോ അല്ലെങ്കിൽ അവരുമായി കൂട്ടുകൂടുകയോ ഒന്നും ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരോടൊക്കെയും അകലം പാലിച്ചിരുന്നു. കൂടെയുള്ളവരോടൊക്കെയും ഇങ്ങനെ ദുനിയാവിന്റെ ആളുകളുമായി ബന്ധപ്പെടുന്നതിനെ കുറിച്ച് എപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയും താക്കീത് നൽകുകയും ചെയ്യുമായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു മശ്ശരി റളിയല്ലാഹു അൻഹു തങ്ങൾ. അതുപോലെ തന്നെ അങ്ങേയറ്റം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഖനാഅത്തിന്റെ ഒരു സ്വഭാവം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക, സ്വന്തം ആവശ്യത്തെക്കാളും മറ്റുള്ള
മറ്റുള്ള കൂടെയുള്ള ഇഖ്വാനിങ്ങളുടെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞ് സഹായം ചെയ്ത് നിറവേറ്റി കൊടുക്കുന്നതിൽ ഏറ്റവും ജാഗ്രത പാലിച്ച ഒരു ജാഗ്രതയുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതുപോലെ തന്നെ എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് സമർപ്പിച്ച് ഇബാദത്തിലായി ജീവിച്ച മഹാൻ, മുജാഹിദത്തിലായി ജീവിച്ച മഹാൻ, വളരെ സൂക്ഷ്മതയിൽ വറയിൽ ജീവിച്ച ഒരു മഹാനായിരുന്നു. അതുപോലെ തന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹുവിനെ കീഴൊതുങ്ങി ആബിദാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മാത്രം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ മഹാനായിരുന്നു. മുഴുവൻ സമയം അള്ളാഹുവിന്റെ ദിക്റായി നാവിനെ നനച്ചുകൊണ്ടേയിരുന്ന, അങ്ങനെ അതിൽ ലയിച്ചു കൊണ്ടേയിരുന്ന, ദിക്റിലും ഫിക്റിലും അള്ളാഹു മാത്രമുണ്ടായിരുന്ന ഒരു മഹാമനുഷ്യ. ദുനിയാവിനെയോ ദുനിയാവിന്റെ കാര്യങ്ങളിലേക്കോ ഒരിക്കൽ പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദുനിയാവ് അദ്ദേഹം മഹാനവറുകളുടെ വിഷയമേ അല്ല. അങ്ങനെയുള്ള ഒരു മഹാത്മാവാണ്. മുഴുവൻ സമയം അള്ളാഹുവിന്റെ മാർഗം, അതിന് വേണ്ടി മാത്രം, അതിന്റെ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചിട്ട് ജീവിച്ചു മഹാനവർ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞു വെച്ചത്, ദുനിയാവിന്റെ ഒന്നും അദ്ദേഹം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. നാളേക്ക് വേണ്ടി എന്നുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ചിന്തയിലേ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ജീവിതം. മഹാനവറുടെ തസവുഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അത്ഭുത കാര്യവും ഒന്നല്ല. കാരണം മഹാനവറുകൾ ജീവിച്ചു വരുന്നത് നാം പറഞ്ഞതുപോലെ ഔലിയാക്കന്മാരുടെ കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തസവുഫിന്റെ കാര്യങ്ങളൊക്കെയും ചെറുപ്പം മുതലേ അദ്ദേഹം ജീവിതത്തിൽ നിന്നും പകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ വീട്ടിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, വീട്ടിൽ നിന്നും മഹാനവറുകൾ തസവുഫിന്റെ ഗ്രന്ഥങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. തസവുഫിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്. അതിന്റെ സൂഫിയാക്കൾ ഉപയോഗിക്കുന്ന പദങ്ങളും അവരുടെ രീതികളും അവരുടെ ദർജകളൊക്കെയും മഹാനവറുകൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഫന്ന് അഥവാ തസവുഫ് എന്നുള്ള ആ ലോകം, ആ കല, ആ വിജ്ഞാനം മഹാനവറുകൾ ഗ്രഹിച്ചെടുത്തിട്ടുണ്ട് ചെറുപ്പം മുതലേ പാരമ്പര്യമായി വന്നിട്ടുള്ള. പക്ഷേ അതിന് കൃത്യമായ ക്ലിപ്തത കിട്ടുന്നതും ഉറപ്പ് ലഭിക്കുന്നതും അതിന്റെ എല്ലാ ആസ്വാദനങ്ങളും മഹാൻ അനുഭവിക്കുന്നതും ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു കൂടെ ചേരുമ്പോഴാണ്. ആ സമയത്ത് ആവുമ്പോഴേക്കും മഹാനവറുകൾ തസവുഫിൽ ഉറച്ചൊരു മനുഷ്യനായി, സൂഫി ജീവിതത്തിന്റെ ഒരു വലിയൊരു അടയാളമായി മാറി മഹാനവറുകൾ. അതിൽ പറയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി സൂഫികളിൽ പറയപ്പെടാൻ പറ്റുന്ന ഒരു മഹൽ വ്യക്തിത്വമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നുൽ മശ്രി റളിയല്ലാഹു അൻഹു, അതിൽ നിന്നും ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു നിന്നും അതിന്റെ കാര്യങ്ങളും തസവുഫിന്റെ വിജ്ഞാനങ്ങളൊക്കെയും നേടി അതിന്റെ അപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ താണ്ടിക്കടന്നു. ഒരു വിഷയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മഹാനവറുകളുടെ സ്വഭാവം തന്നെ സൂഫി ജീവിതമാണ്. ചെറുപ്പം മുതലേ വളർന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഹാനവറുകൾ. അങ്ങനെയുള്ള സൗമ്യമുള്ള സൂഫിയാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ജീവിത ശൈലികൾ അതൊക്കെയും ചെറുപ്പം മുതലേ മഹാനവറുകൾ സ്വായത്തമാക്കി ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുനിയാവിൻ്റെ പളപളപ്പിൽ, അതിൻ്റെ സൗകര്യത്തിലൊന്നും മഹാനവറുകൾ ഒരിക്കലും ആകൃഷ്ടനായിരുന്നില്ല. ഒരു സൂഫിയിൽ ഉണ്ടായിരിക്കേണ്ട, ഒരു തസവുഫിന്റെ അയലുകാരിൽ ഉണ്ടായിരിക്കേണ്ട ജീവിതത്തിന്റെ ഒരു ദർശനമാണത്. ആ ദുനിയാവിന്റെ പിന്നാലെ കൂടാതെ ആഖിറത്തിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ദുനിയാവിന്റെ കാര്യത്തെക്കാളും മഹാനവറുകളെ ഏറ്റവും ആനന്ദിപ്പിച്ചിരുന്നത് മുജാഹദത്തിലായിരുന്നു, മുഷാഹദയിലായിരുന്നു, ഖൽവത്തിലായിരുന്നു. അദ്ദേഹം ഇങ്ങനെയൊക്കെ ഇബാദത്തിലായി, കർമ്മത്തിലായി ഒഴിഞ്ഞുകിരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് മഹാനവറുകൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നും യാത്രയാവുന്നുണ്ട്. ഫാസിൽ നിന്നും ഐനുമാലയിലേക്ക്, കിഴക്കൻ സഹാറയിലേക്കുള്ളൊരു ഐതിഹാസികമായ ഒരു യാത്രയുണ്ട് മഹാനവറുകളുടെ അവസാന കാലഘട്ടത്തിൽ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ബഹുമാനപ്പെട്ട മശ്രി തങ്ങൾ സ്വയേഷ്ടപ്രകാരം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു വിട പറയുകയായിരുന്നില്ല. അത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അഥവാ പല പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മഹാനവറുകൾ ഫാസിൽ നിന്നും ഐനുമാലയിലേക്ക്, കിഴക്കൻ സഹാറയിലേക്ക് മഹാനവറുകൾ യാത്രയാവുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഒരിക്കലും ദുനിയാവിയായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല.
എന്തെങ്കിലും ലക്ഷ്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായില്ല, തികച്ചും ബാത്തിനിയായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നു മഹാനവറുകളുടെ ഈ യാത്ര എന്ന് പറയുന്നത്. അത് തന്നെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് അത്രയും ഹൃദയബന്ധത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മഹാനവറുകൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളായിട്ട് വേർപ്പെടുന്നത്, യാത്രയാവുന്നത്. അതിനെക്കുറിച്ച് തന്നെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ ഫതഹല്ലാഹു അലാ അസ്ഹാബി, എൻ്റെ അസ്ഹാബിൽപ്പെട്ട ആർക്കെങ്കിലും ഫതഹ് ലഭിച്ചാൽ, അവർ മഫ്തൂഹ് അലൈഹി ആയാൽ, ഒരിക്കലും അവർ പിന്നെ ഞാൻ ഉണ്ടാകുന്ന നാട്ടിൽ അവർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവർക്ക് നാശം സംഭവിച്ചു പോകുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിനെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന അസ്ഹാബുകളിൽ ആർക്കെങ്കിലും ഫത്വ ഉണ്ടായാൽ അവർ എന്താവണം, എന്നെ നിന്ന് നാട് വിട്ടു പോകണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അങ്ങനെ കാണാം. സഹാബാക്കളെ ചില ഭാഗത്തേക്ക് പറഞ്ഞയക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ ചില അസ്ഹാബുകളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ചില മഹാന്മാർ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇത് സയ്യിദ് അവർകളെ നിങ്ങളുടെ അഭിപ്രായമാണോ അതല്ല അള്ളാഹുവിൽ നിന്നുള്ളതാണോ? അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എൻ്റെ സ്വയേഷ്ടപ്രകാരം ഞാൻ പറയുന്നതല്ല, ഇത് അള്ളാഹുവിന്റെ തീരുമാനം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നത് പ്രകാരം ഞാൻ പറയുന്നതാണ്. ഇത് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഹിജ്റ 1205 ഷാബാൻ മാസം ഞായറാഴ്ച ദിവസമായിരുന്നു. അള്ളാഹുവിന്റെ മാസമായ ഷാബാ മാസം 2-ാം തീയതി ഞായറാഴ്ച ദിവസമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംസാരം കൊണ്ടുവരുന്നത്. അടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസം മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള അസ്ഹാബുകളെ കുറിച്ചാണ്. മറ്റു തരീഖത്തിലും മറ്റു വിഭാഗത്തിലും മഫ്തുവാലിയായിട്ടുള്ളവരുമായിട്ടെന്തില്ല, ഇത് ചേരില്ല. എൻ്റെ ശിഷ്യന്മാർ എൻ്റെ അടുത്തുനിന്ന് വെറുതെ ഇതൊക്കെ സ്വീകരിച്ച എൻ്റെ അസ്ഹാബുകൾ അവർ മഫ്തുവാലിയായാൽ ഞാനും അവരും ഒത്തിരി നാട്ടിലുണ്ടാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു, അവർ നശിച്ചു പോകുന്നു എന്നതിൽ ഞാൻ പേടിക്കുന്നു എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യുന്നത്, ഇബ്നു മിശ്രി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അല്ലാമ സയ്യിദുന അഹ്മദ് സുഖൈരിജ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു കിതാബ് കശ്ഫുൽ ഹിജാബിൽ പറയുന്നത് കാണാം. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ജീവിതകാലത്ത് തന്നെയും മുഹമ്മദിയ ഇത്തിജാനിയ ത്വരീഖത്തിൽ മഫ്തൂഹ് അലൈഹിയായിട്ടുള്ള ഫത്വ ലഭിക്കപ്പെട്ട ആദ്യത്തെ പ്രമുഖ വ്യക്തിത്വത്തിൽ ഒരാളാണ് ആര്, ബഹുമാനപ്പെട്ട ഇബ്നു മിശ്രി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് യാത്ര പോവാൻ മഹാനവറുകളോട് കൽപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു മിശ്രി റളിയല്ലാഹു അൻഹു തന്നെ ഈ ജാമി എന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്, ഞാൻ ഉണ്ടായിരിക്കുക എൻ്റെ അസ്ഹാബിൽപ്പെട്ട ആർക്കെങ്കിലും ഇവിടെ ഫത്വ ലഭിച്ചാൽ അവർ ഈ നാട്ടിൽ നിന്ന് പോകണം. അങ്ങനെ ഞാനും അവരും ഒരു നാട്ടിലുണ്ടാകുന്നത് അവർ നശിച്ചു പോകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന കൗലി ഈ ജാമിയിൽ ബഹുമാനപ്പെട്ട മിശ്രി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ സ്വഹാബുകൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് നിങ്ങളിൽ നിന്നാണോ അത് അള്ളാഹുവിൽ നിന്നാണോ? അപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹു എന്നുള്ളതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ നാട് വിട്ടുപോയി. ബഹുമാനപ്പെട്ട മിശ്രി തങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ നമ്മുടെ ത്വരീഖത്തിന്റെ തിജാനിയ ത്വരീഖത്തിന്റെ മഹത്തുക്കൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയുന്നത്. ബഹുമാനപ്പെട്ട അത്രയും ആലിമായിട്ടുള്ള മഹാപണ്ഡിതനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള മിശ്രി റളിയല്ലാഹു തങ്ങളെ ചരിത്രകാരന്മാർ വിശാലമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ തൂലികകൾ ഒരുപാട് ബഹുമാനപ്പെട്ടവരെ വിശേഷിപ്പിക്കാൻ വേണ്ടി അവർ എഴുതിയിട്ടുണ്ട്, ചലിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള അൽഹാജ് അലി ഹറാസിം ബറാദ റളിയല്ലാഹു അൻഹു. നമ്മളെ ജവാഹിറുൽ മആനിയുടെ മുസന്നിഫ് മഹാനവറുകൾ ജവാഹിറുൽ മആനിയിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ സമ്മതം കൊടുത്തിട്ടുള്ള ഈ ജവാഹിറുൽ മആനി തിജാനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രബലമായ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ള അലി ഹറാസിം ബറാദ റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുള്ള ഈ ജവാഹിറുൽ മആനിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു മിശ്രി റളിയല്ലാഹു അൻഹു മനോഹരമായി പുകഴ്ത്തുന്നുണ്ട്. ആര്? അലി ഹറാസിം ബറാദ റളിയല്ലാഹു അൻഹു. മഹാനവർ പറയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു മിശ്രി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, പണ്ഡിതന്മാരുടെ പണ്ഡിതനാണ്, ആലിമീങ്ങളുടെ ആലിമാണ്. അതുപോലെ തന്നെ നല്ല ഗ്രാഹ്യശേഷിയുള്ള ഹക്കീക്കത്തിന്റെ ഇൽമിനെയും ശരീഅത്തിന്റെ ഇൽമിനെയും സംയോജിപ്പിച്ചിട്ടുള്ള ത്വരീഖത്തിന്റെ ഇൽമിനെയൊക്കെ നല്ലോണം ആസ്വദിച്ചിട്ടുള്ള ഉപകാരം എടുത്തിട്ടുള്ള എല്ലാ സിർറുകളുടെയും കേദാരമായിട്ടുള്ള ഉടമ്പടികളൊക്കെ സൂക്ഷിക്കുന്ന എല്ലാവിധ സ്നേഹത്തിന്റെയും കേന്ദ്രമായിട്ടുള്ള എല്ലാവിധ ഇണക്കത്തിന്റെയും സാവർത്തിത്വത്തിന്റെയും ഒക്കെ രൂപമായിട്ടുള്ള
ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി സയ്യിദി മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മശ്രി റളിയല്ലാഹു അൻഹു, അവർ കൃത്യമായ ഷരീഫാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, നല്ല ഇഫ്ഫത്തുള്ള മഹാനാണ്, അൽ ഹസനിയാണ്, സായി കുടുംബമാണ്, സുബായി ഗോത്രത്തിൽ പെടുന്നവരാണ്, തക്രീത്തിലാണ്. അതുപോലെ തന്നെ കസ്തൈനിയ എന്ന പ്രദേശത്തുകാരനാണ്. ആ കുടുംബം എന്ന് പറയുന്നത് ഇൽമിലും സലായിലും ഫലായിലും ഒക്കെയും അറിയപ്പെട്ട ആളുകളാണ്. വിജയത്തിലും റുഷ്ദിലും പക്വതയിലും പാകതയിലും ഇൽമിലും വിലായത്തിലും ഒക്കെയും കേളി കേട്ട കുടുംബമാണ് ബഹുമാനപ്പെട്ട മിശ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടേത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മഹാനവറുകളെ കസ്തീനിയ പ്രദേശത്ത് അറിയപ്പെട്ട കുടുംബമാണ് അവരുടേത്. സന്മാർഗദർശികൾക്ക് വഴികാട്ടുന്ന പണ്ഡിതന്മാരുള്ള നേതാക്കന്മാരുള്ള ഒരു കുടുംബത്തിലാണ് മഹാനവറുകൾ വളരുന്നത്. അവരിൽ ബഹുമാനപ്പെട്ട മശ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുടുംബത്തിൽ ഭൂരിഭാഗവും ഈ തരീഖത്ത് അഥവാ തരീഖത്ത് തിജാനിയ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ച ആളുകളായിരുന്നു. ബഹുമാനപ്പെട്ട മശ്രി തങ്ങളുടെ വരവേറു കൂടി ആ കുടുംബത്തിൽ പറഞ്ഞുവല്ലോ ഭൂരിഭാഗവും ഉലമാക്കളാണ്. ആ ഉലമാക്കളിൽ ഭൂരിഭാഗവും ഏതിന്റെ അഹിലുകാരായിരുന്നു? തിജാനിയത്തിന്റെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായിട്ടുള്ള തിജാനിയത്തിന്റെ ആളുകളായിരുന്നു. അതുപോലെ തന്നെ 20 വർഷം അവർ ഇടയ്ക്കിടയ്ക്ക് സയ്യിദുന ശൈഖ് അല്ലാഹുവിനെ കാണാൻ വരും. കൂട്ടമായി സംഘമായിട്ട് ഈ ആലിമുകളായ ഉലമാക്കളായ ആളുകൾ, ഈ സംഘം, ഈ മഹാത്മാർ സയ്യിദുന ശൈഖ് അല്ലാഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി വരാറുണ്ട്. ആരാണ് പറയുന്നത്? ആരാണ് ഇത് ഉദ്ധരിക്കുന്നത്? അലിയാർ റാസിം തങ്ങൾ ജവാഹിറുൽ മആനിയിൽ പറയുന്നത്. അവർ സംഘമായി 10-20 ദിവസം കൂട്ടുകൂടുമായിരുന്നു. അവർ വരുമ്പോൾ വെറും കൈയോടെയല്ല വരുന്നത്. ഒരുപാട് സയ്യിദുന ശൈഖ് അല്ലാഹു തങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് അവർ അവരുടെ വീട്ടിൽ നിന്ന് വരിക. ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഈത്തപ്പഴം കാരക്കകൾ ഉണ്ടാവും. ഇതൊക്കെയായിട്ട് അവർ വരും. ഇതൊക്കെയും സയ്യിദുന ശൈഖ് അല്ലാഹുവിന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ, കരാർ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെയും ഈ വരുന്ന സംഘത്തിന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഇഷ്ടമായിരുന്നു. അവരുടെ ഇടപാടിലും അവരുടെ സംസാരത്തിലും ഇടപെടലിലൊക്കെയും അവരുടെ സ്വഭാവം, അവരുടെ തറവാടിത്തം അതിലൊക്കെയും ഉയർന്നു നിൽക്കുന്ന കാണാം. അവരുടെ അറിവും അവരുടെ ഔന്നത്യമൊക്കെയും അവരിൽ നിന്ന് പ്രകടമായി കാണാം. അവരിൽ ഭൂരിഭാഗം ഉലമാക്കളാണെന്ന് പറഞ്ഞതോ അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെടുന്ന കാലത്തൊക്കെയും ഇവർ സംഘമായിട്ട് ഹദിയകളുമായിട്ട് വരുന്നത് ഞാൻ കാണാറുണ്ട്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അവരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ മര്യാദകൾ, അദബുകൾ, അവരുടെ പരസ്പരമുള്ള സ്നേഹം, അവരുടെ നല്ല നീയത്ത്, അവരുടെ പരസ്പര ബഹുമാനം, ഇതൊക്കെയും ഇങ്ങനെ ഒരു രീതി ഞാൻ വേറെ ആരെടുത്തും കണ്ടിട്ടില്ല. ആരാണ് പറയുന്നത്? അലിയാർ റാസിം റളിയല്ലാഹു അൻഹു അവരോട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മറ്റുള്ളവരോട് വർത്തിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ വർത്തിച്ചു. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും പരിഗണന ഇവർക്ക് കൊടുത്തിരുന്നു സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും അവരോട് പ്രത്യേക ഇഷ്ടം പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. ഇതിനെക്കുറിച്ച് എന്നോട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറയുന്നത്? അലിയാർ റാസിം ബറാദ തങ്ങൾ പറയാണ്, ഇവരെ കുറിച്ച് എന്നോട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇവർ അഥവാ മിശ്രി തങ്ങളുടെ ഈ കുടുംബക്കാരായ ആളുകൾ അവർ മറ്റുള്ളവരെ പോലെയല്ല. അവർ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിച്ചു വരുന്ന ആളുകളാണ്. അവരുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരാണ്. അവരെ ഒരിക്കലും നമ്മൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. അവർ ഈ നമ്മുടെയൊക്കെയും നേതാക്കന്മാരായ ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് അവർ എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അലിയാർ റാസിം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഇബ്നു മശ്രി റളിയല്ലാഹു അൻഹു സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോടൊപ്പം അലിയാർ റാസിം തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, ഹിജ്റ 1188 മുതൽ ഇന്ന് വരെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളോട് കൂടെ ആരുണ്ട്? മശ്രി റളിയല്ലാഹു അൻഹു ഉണ്ട്. അത് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഫാസിലാവുന്ന സമയത്തും ബഹുമാനപ്പെട്ടവരുടെ കൂടെ ആരുണ്ട്? മശ്രി റളിയല്ലാഹു അൻഹു ഉണ്ട്. അഥവാ 1213 കാലഘട്ടത്തിൽ ഹിജ്റ 1213 ബഹുമാനപ്പെട്ട ബുഗയത്തുൽ മുസ്തഫീദ് എന്ന കിതാബിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട അല്ലാമ സയ്യിദി മുഹമ്മദ് അൽ അറബി ബിൻ സഈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബിൻ മശ്രി റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആര് പറഞ്ഞതാണ്? അലിയാർ റാസിം തങ്ങൾ. ബഹുമാനപ്പെട്ട അറബി ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ടവർ വലിയ ആലിമും ഫഖീഹുമാണ്.
ബഹുമാനപ്പെട്ടവർ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സിർറുകളുടെ സൂക്ഷിപ്പുകാരനാണ്. വലിയ ബഹുമാനപ്പെട്ടവർ മഅരിഫത്തിന്റെ ഒരുപാട് അവസ്ഥകൾ താണ്ടിക്കടന്ന മഹാനാണ്. എല്ലാം കൊണ്ടും അറിയപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, നുസ്റത്തു ശുറഫാഇ ഫി റദ്ദി അലാ അഹ്ലിൽ ജഫാ. ചെറിയ ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് അഹ്ലുബൈത്തിനോട് ചെയ്യേണ്ട മര്യാദകളെ കുറിച്ചാണ്. നല്ല നമുക്കൊക്കെ പഠിക്കേണ്ട അഹ്ലുബൈത്തിന്റെ പ്രാധാന്യം, പ്രത്യേകതകൾ നല്ല മനോഹരമായി സംഗ്രഹിച്ച് രചിച്ചിട്ടുള്ള മഹത്തായ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇബ്നു മശ്ശരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഗ്രന്ഥം. ഏത് ഗ്രന്ഥം? നുസ്റത്തു ശുറഫ. അത് ബഹുമാനപ്പെട്ട അറബി ബിൻ സായിർ റളിയല്ലാഹു അൻഹു പറയാണ്, മശ്ശരി റളിയല്ലാഹുവിന്റെ പ്രത്യേകത, സ്ഥാനം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഗ്രന്ഥം പാരായണം ചെയ്താൽ മതി. അത് നോക്കിയാൽ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് സൂചന ലഭിക്കും. ബഹുമാനപ്പെട്ടവർ ആളുകളെ ഇഷ്ടപ്പെടുന്നു മഹബത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സയ്യിദുന ശൈഖ് അള്ളാഹിനോടും ഇഖ്വാനികളോടൊക്കെ ഇഷ്ടത്തിന്റെ വിഷയത്തിൽ വളരെ അങ്ങേയറ്റം ശക്തിയുള്ള ആളായിരുന്നു, അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെയും മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള വിഷയത്തിൽ മഹാനവറുകളെ കുറിച്ച് പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. മഹാനവറുകൾ ഒരിക്കൽ ഒരു സഹാറയിലൂടെ മഹാനവറുകൾ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ആ സഞ്ചരിക്കുന്ന സമയത്ത് മഹാനവറുകളുടെ പിതാക്കന്മാരുടെ മക്കാമുകൾ ഉൾക്കൊള്ളുന്ന റൗളകൾ, ഖബറുകൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തോടെ കടന്നു പോകുമ്പോൾ മഹാനവറുകളുടെ കുതിരയുടെ ചില കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോയി. അഥവാ ഇവർ ആകർഷിക്കുന്നു എന്നർത്ഥം ഇവരിലേക്ക്. പക്ഷെ ബഹുമാനപ്പെട്ട മശ്ശരി തങ്ങൾ ആരുടെ കീഴിലാണ്? സയ്യിദുന ശൈഖ് തങ്ങളുടെ കീഴിലാണ്. അപ്പോ ഔലിയാക്കന്മാരായ വല്യപ്പന്മാരുടെ ഖബറിന്റെ അരികളുടെ, റൗളയുടെ, മക്ബറുകളുടെ അടികളിലൂടെ പോകുമ്പോൾ മഹാനവറുകൾ സഞ്ചരിച്ച കുതിരയുടെ കുളമ്പ് എന്താണെന്നോ, കാല് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട മശ്ശരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കുതിരയെ വിട്ടേക്കുക. കാരണം ഞാൻ സയ്യിദുന അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുരീദാണ്. നിങ്ങൾ എന്നെ ഒഴിവാക്കിയില്ലെങ്കിൽ ഞാൻ മഹാനവറുകളോട് പരാതി പറയും, എന്നെ ഒഴിവാക്കി തരണം. അപ്പോഴേക്കും ഈ കുതിരയുടെ കാല് പഴയ പോലെ ആവുകയും കുതിര രക്ഷപ്പെടുകയും തിരിച്ചു അദ്ദേഹം വരികയും ചെയ്തു, യാത്ര ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയും സയ്യിദുന ശൈഖ് തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തിനെയാണ് കാണിക്കുന്നത്. സയ്യിദുന ശൈഖ് മാത്രം കേന്ദ്രീകരിച്ച് മറ്റുള്ളവരോടൊന്നും ഇല്ലാതെ അതിന് മാത്രം സ്വീകരിച്ച മഹാനായിരുന്നു ഈ മഹാനവറുകൾ. ബഹുമാനപ്പെട്ട സയ്യിദുന അറബി ബിൻ സായിർ റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവറുകൾ അഥവാ ഇബ്നു മശ്ശരി റളിയല്ലാഹു അൻഹു സഹാറയിൽ 1224 ഹിജ്റ 1224 വഫാത്തായി. ബഹുമാനപ്പെട്ട സയ്യിദുന അഹമ്മദ് ബിനു മുഹമ്മദ് ബിനു അൽ അബ്ബാസ് അലവി സംഗീത്ത് റളിയല്ലാഹു അൻഹു റൗളു ശമായിൽ അഹ്ലുൽ ഹഖീഖ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്നത് കാണാം. സയ്യിദുന ശൈഖ് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുന്ന കിതാബാണത്. ആ കിതാബിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് സയ്യിദി മുഹമ്മദ് ബിൻ മശ്ശരി റളിയല്ലാഹു അൻഹു ജാമിഅ ദുറുൽ ഉലൂമിൽ ഫായില മിൻ ബിഹാരിൽ കുതുബിൽ മക്തൂം അഥവാ ഈ ഗ്രന്ഥം രചിച്ച ഈ മഹാൻ വലിയ മഹാനാണെന്ന് സംഗീത്ത് ഇമാം പറയുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 30 വർഷത്തോളം ഇമാമായി നിന്നിട്ടുണ്ട് എന്ന് സംഗീത്ത് ഇമാം പറയുന്നു. നമ്മൾ ആദ്യ ക്ലാസ്സിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മൂപ്പർ ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി ഉഷാറാക്കി പറഞ്ഞതാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജവാഹിറിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട മശ്ശരി റളിയല്ലാഹു അൻഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനവർ സംഗീത ഇമാം എന്താണത് ഇവിടെ അത് ഉദ്ധരിക്കുന്നുണ്ട്. മശ്ശരി തങ്ങളുടെ ക്വാളിറ്റി എന്താണ്? ബഹുമാനപ്പെട്ട അലി റാസിം ബറാദ തങ്ങൾ റളിയല്ലാഹു അൻഹു ജവാഹിറിൽ എന്തായിട്ടുണ്ട്? മശ്ശരി തങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത്രയും ദീനിന്റെയും വറയിന്റെയും സ്വലാഹിന്റെയും ഇൽമിന്റെയും ഒക്കെയും കേദാരമായിരുന്നു മഹാനവറുകൾ വഫാത്താകുന്നത് ഐനുമാലയിലാണ്. സയ്യിദുന അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളുടെ ചാരയാണ് ഐനുമാലയിൽ ബഹുമാനപ്പെട്ട ഇബ്നു മശ്ശരി റളിയല്ലാഹു അൻഹു. ഹിജ്റ 1224. എത്ര? 1224 വഫാത്തായി. അവിടെയാണ് മറവ് ചെയ്യപ്പെട്ട്, അവിടെയാണ് റൗള ഉള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് സുഖൈരി ഖസ്റജി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് സുഖൈരി റളിയല്ലാഹു അൻഹു കശ്ഫുൽ ഹിജാബിൽ പറയുന്നുണ്ട്, ആലിമുൽ അല്ലാമ,
വലിയ പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഗ്രഹിച്ചെടുക്കുന്നതിൽ അതീവ കഴിവുള്ളവരാണ്. മാലിക്കി മദ്ഹബിനെ പിന്തുടരുന്ന ആളാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ ത്വരീഖത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഴി നടന്ന ഒരു മഹാമനീഷിയാണ്. ഇർഫാനിയ സിറുകളുടെയൊക്കെയും ഖജാനയാണവർ. അതുപോലെ തന്നെ ത്വരീഖത്ത് തിജാനിയയുടെ ഒരു അടയാളമാണ് മഹാനവർകൾ, നമ്മളൊരു അവലംബമാണ്. അതുപോലെ തന്നെ കൃത്യമായ ഒരു ഷരീഫാണ്. അവരാണ് അബു അബ്ദുല്ലാഹി സയ്യിദി മുഹമ്മദ് ബിൻ മശ്രി റഹ്മത്തുള്ളാഹി അലൈഹി റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സുകൈരി റളിയല്ലാഹു അൻഹു പറയാണ്, സയ്യിദുന ശൈഖ് അള്ളാഹുവിന്റെ അടുക്കൽ അസ്ഹാബുകളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മശ്രി റളിയല്ലാഹു അൻഹു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സയ്യിദുന ശൈഖ് അള്ളാഹുവിനും ആ വഹബിയായിട്ടുള്ള ഇൽമുകൾ, അവിടുന്ന് ലഭിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കുന്നുള്ള ആ വഹബിയായിട്ടുള്ള ഇൽമുകളൊക്കെയും ഉലൂമുകളൊക്കെയും നേടിയെടുത്ത ഒരു മഹാമനീഷിയാണ്, മഹാത്മാവാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്രി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ വൈബിയായ ഒരുപാട് അസ്റാറുകളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് ആര്? ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്രി റളിയല്ലാഹു അൻഹു. ഒരുപാട് അസ്റാറുകളുടെ ലോകങ്ങൾ താണ്ടിക്കടന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവർ. അതുപോലെ തന്നെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നിട്ടുണ്ട് മഹാൻ. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തുകളും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കൊക്കെയും എഴുതി കൊടുത്തിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. എഴുത്തുകാരനായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്രി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് അള്ളാഹുവിനെ കേട്ട പലതും രേഖപ്പെടുത്തി നമുക്കൊക്കെ ഉപകാരം ചെയ്ത വലിയ മഹാനാണ്. ഈ ജാമി പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് ആര്? ഇബ്നുൽ മശ്രി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെയും സയ്യിദുന ശൈഖ് അള്ളാഹുവിനുമായിട്ട് ആദ്യമായി സമാഗമിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ 1188 അന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിലിംസാനിലേക്ക് ഉള്ള ആ മടക്ക യാത്രയിലാണ് ബഹുമാനപ്പെട്ടവർ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ വീണ്ടും റഫ്ഉൻ നിഖാബ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട സുകൈരി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, ആലിമീങ്ങളിൽ ഉലമാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട മശ്രി റളിയല്ലാഹു അൻഹു. അവരുടെ ആ അമൂല്യമായ സമയങ്ങൾ ഇഖ്വാനികളുടെ കാര്യത്തിനു വേണ്ടി മഹാനവർ വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ത്വരീഖത്തിന്റെ കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നതിൽ കഴിവിന്റെ പരമാവധി അങ്ങേയറ്റ മഹാനവറുകൾ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. ആ മഹാനവറുകൾക്ക് ധാരാളം രചനകളുണ്ട്, എഴുത്തുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മവാഹിബുൽ മന്നാൻ. അത് വളരെ പ്രൗഢമായിട്ടുള്ള വലിയൊരു ഗ്രന്ഥമാണ്. ആ ഒരു ഗ്രന്ഥം ഏത്? മവാഹിബുൽ മന്നാൻ. അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഹ്വാലുകൾ, അവസ്ഥകളെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതിൽ ബഹുമാനപ്പെട്ട തരീഖത്ത് തിജാനിയത്തെ കുറിച്ചും അതിന്റെ തരീഫും മറ്റു അസ്റാറുകളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഖാസിന്റെ കാര്യങ്ങളൊക്കെയും വിശദീകരിക്കുന്ന, ആമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന, പൊതുവായിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകക്കാരുടെ വിഷയങ്ങളൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മവാഹിബുൽ മന്നാൻ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് ഏറ്റെടുത്ത് ജയിച്ച ഗ്രന്ഥമാണ് അൽ ജാമിഉ ലിമഫ്തറഖ മിൻ ദുറൽ ഉലൂം അൽ ഫാഇലതു മിൻ ബിഹാരി ഖുത്ബിൽ മക്തൂം അഥവാ ഈ ഗ്രന്ഥം. അതും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു 2 വാള്യങ്ങളായിട്ട് മനോഹരമായി രചിച്ച, ആർക്കും കണ്ടെത്താൻ പറ്റുന്ന, പാരായണം ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത്. ജവാഹിറുൽ മആനിയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് സുകൈരി റളിയല്ലാഹു അൻഹു പറയാണ് നിഖാബിൽ. അപ്പോൾ അതിൽ പറയപ്പെട്ട പലതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും അമൂല്യമായ പലതും എന്തുണ്ട്? ഇതിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഏതിൽ? അൽ ജാമിയിൽ. ബഹുമാനപ്പെട്ടവർ പറയാണ്, അതൊക്കെയും ക്രോഡീകരിച്ച് ഞാനൊരു ഗ്രന്ഥം രചിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല. സുകൈരി റളിയല്ലാഹു അൻഹു റഫ്ഉൻ നിഖാബിൽ പറയാണ്, ഞാനിങ്ങനെ രചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ? ജവാഹിറിൽ അല്ലാതെ ജാമിയിൽ മാത്രം ഉദ്ധരിച്ചിട്ടുള്ള മിശ്രി തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, അതിന് മാത്രം പ്രത്യേക ഒരു കിതാബ് ഞാൻ രചിച്ചു കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായോ? ജവാഹിർ പരാമർശിച്ച കുറെ കാര്യങ്ങൾ ഏതിൽ വന്നിട്ടുണ്ട്? ജാമിയിൽ. പക്ഷെ അതല്ലാത്തതും എന്തുണ്ട്? ജവാഹിറിൽ അല്ലാത്തതും ജാമിയിൽ വന്നിട്ടുണ്ട്. അത് ക്രോഡീകരിച്ച് ഞാൻ ഇറക്കാനുള്ള ശ്രമത്തിലാണ്, പക്ഷെ അത് പൂർത്തിയായിട്ടില്ല എന്ന് അഹ്മദ് സുകൈരി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ടവരുടെ യാഖൂത്തത്തുൽ മുഹ്താജ്
യാഖൂത്തുൽ മുഹ്താജ് ഫി സ്വലാത്തി അലാ സ്വാഹിബിൽ മെഹ്റാജ്. യാഖൂത്തുൽ മുഹ്താജ് എന്ന് പറഞ്ഞാൽ അലി അറാസിം തങ്ങൾ, അതിന് ഒരു ടിപ്പണി, ഒരു വിശദീകരണം ബഹുമാനപ്പെട്ടവരുടെ. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട മശ്രിഫ് തങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അൽ-അല്ലാമ അൽ-ഫഖീഹ് സയ്യിദി മുഹമ്മദ് ബിൻ അൽ ഹജൂജി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു മിശ്ർ റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുന്നത്, ബഹുമാനപ്പെട്ടവർ പറയാണ്, ബഹുമാനപ്പെട്ട മശ്രി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, ആർക്കും പിന്തുടരാൻ പറ്റുന്ന അത്ഭുതമായിട്ടുള്ള ഒരു ഇമാമാണ്, എല്ലാ കാര്യങ്ങളിലും ഏറ്റെടുത്തിട്ടുള്ള ആ പൂർണ്ണമായ നിലകൊണ്ടുള്ള ഒരു ഖലീഫയാകാൻ പറ്റുന്ന ഒരു മഹാനാണ്. അസ്റാറുകളും അൻവാറുകളൊക്കെയും നേടിയെടുത്ത മഹാനാണ്. അതൊന്നും നമുക്ക് അതിൻ്റെ അറ്റങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. വലിയ ഷരീഫാണ്, അടിസ്ഥാനപരമായി ഉറപ്പുള്ള മനുഷ്യനാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിൻ്റെ സിറുകളുടെ ഖജനാവ് സൂക്ഷിക്കപ്പുകാരനാണ്, ഒരു ഖജാനയാണ്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദി മുഹമ്മദ് ബിൻ അൽ മശ്രിൽ ഹസനി അത്ത്ക്രിതി റളിയല്ലാഹു അൻഹു. ആ ഖസ്തീനിയ പ്രദേശത്ത് ജനിച്ച ആലിമീങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച ശ്രേഷ്ഠന്മാരായ ഇമാമുമാരൊക്കെ ഉള്ള ആ ഒരു കുടുംബത്തിൽ ജനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഈ മഹാൻ അഥവാ മിശ്രി റളിയല്ലാഹു അൻഹു. അജൂജി തങ്ങൾ പറയാണ്, സയ്യിദുന ശൈഖ് അള്ളാഹുവിൻ്റെ അസ്ഹാബുകളിൽപ്പെട്ട ഖാസിൽപ്പെട്ട ആളുകളാണ്, പ്രത്യേകക്കാരായ മഹാനാണ് ബഹുമാനപ്പെട്ട മിശ്രി റളിയല്ലാഹു അൻഹു. പോലെ പ്രശ്നമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹജൂജി തങ്ങൾ ഫത്തുൽ മലിക്കിൽ അല്ലാം എന്ന മഹാനവരുടെ മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്നു, അത് ബഹുമാനപ്പെട്ട ത്വരീഖത്ത് തിജാനിയിലെ ചില ഉലമാക്കളെ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രൗഢമായ ഒരു ഗ്രന്ഥമാണിത്. ഫത്തുൽ മലിക്കിൽ അല്ലാം ബി തറാജിമി ബഅദി ഉലമാഇ ത്വരീഖത്തി തിജാനിയത്തിൽ അഅ്ലാം എന്ന ഈ ഗ്രന്ഥം വലിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മിശ്രി റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നത് കാണാം. വലിയ പണ്ഡിതനാണ്, വലിയ പിന്തുടരാൻ പറ്റിയ വലിയ ഇമാമാണ്, വലിയ മുത്തക്കിയായ മനുഷ്യനാണ്, വലിയ ഹൃദയ നൈർമല്യമുള്ള സംശുദ്ധിയുള്ള വലിയ ഷരീഫായ വലിയ എഴുത്തുകാരനായ ഗ്രന്ഥകർത്താവായ മഹാനാണ് ബഹുമാനപ്പെട്ട മിശ്രി റളിയല്ലാഹു അൻഹു എന്നാണ് മഹാനായ അജൂജി തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയും എല്ലാ വിഷയത്തിലും ഇൽമിലൊക്കെയും ഉറപ്പ് ലഭിച്ച റാസിഖായിട്ടുള്ള വലിയ അനുഗ്രഹം നേടിയിട്ടുള്ള എല്ലാവർക്കും പിന്തുടരാൻ പറ്റിയിട്ടുള്ള മഹാനാണ്. ആ മഹാനെക്കുറിച്ച് ജവാഹിറുൽ മആനിയിൽ പിന്നെ ബഹുമാനപ്പെട്ട അലി ഹറാസിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട അജൂജി തങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങൾ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന അൽ ജാമിഉ ലിമാ ഇഫ്തറക മിൻ ദുറുൽ ഉലൂം അൽ ഫാഇലത്തി മിൻ ബിഹാരിൽ കുതുബിൽ മക്തൂം റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ റൗളുൽ മുഹിബ്ബിൽ ഫാനി ഫീമാ തലക്കൈനാഹു മിൻ അബിൽ അബ്ബാസ് തിജാനി റളിയല്ലാഹു അൻഹു. ഇത് കുറച്ചും കൂടി ഹഖീഖത്തൊക്കെ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു കിതാബാണ്. വലിയ തസൗഫിൻ്റെ സിറുകളുടെ തിജാനിയത്തിൻ്റെ ഭയങ്കരം പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഏത് റൗളുൽ മുഹിബ്ബിൽ ഫാനി എന്ന മിശ്രി തങ്ങളുടെ ഗ്രന്ഥം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നുസ്റത്തുൽ ശുറഫ ഫി റദ്ദി അലാ അഹ്ലിൽ ജഫാ, അഹ്ലു ബൈത്തിനെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അതുപോലെ തഖീദുൻ ഫി സ്വലാത്തുൽ ഫാത്തി ലിമാ ഉഗ്ലിഖ് ശറഹുഹു ലിയാഖൂത്തുൽ മുഹ്താജ് ഫി സ്വലാത്തി അലാ സ്വാഹിബിൽ ലിവാഇ വത്താജ് എന്ന ഗ്രന്ഥം. ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് അള്ളാഹു തങ്ങളുമായിട്ടുള്ള അത്രയും ബന്ധത്തിൽ ഒട്ടിച്ചേർന്ന് ജീവിക്കുകയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഇബ്നു മിശ്രി റളിയല്ലാഹു അൻഹു. നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഒരു നിമിഷം പോലും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു വേറെ പിരിയാൻ ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ആർക്ക്? മിശ്രി റളിയല്ലാഹു അൻഹു. അങ്ങനെ വിട്ടുപിരിഞ്ഞിട്ടുമില്ല. ഒന്നിച്ച് ആ ഫാസിലും കണ്ടുമുട്ടി ചേർന്നതിന് ശേഷം പിന്നീട് എന്തായിട്ടില്ല, വിട്ടുപിരിയാത്തൊരു ബന്ധമായിരുന്നു. എപ്പോഴും സയ്യിദുന ശൈഖ് അള്ളാഹിന്റെ കൂടെ സ്ഥിരം സാന്നിധ്യമായി സയ്യിദുന ശൈഖ് അള്ളാഹിന്റെ മജ്ലിസിൽ ഇൽമിന്റെ സദസ്സിൽ എപ്പോഴും ആരുണ്ടാവുമായിരുന്നു? നാട്ടിലും യാത്രയിലും ഒക്കെയും കൂടെ ആരുണ്ടാകും? നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു മിശ്രി റളിയല്ലാഹു അൻഹു. അത്രയും സയ്യിദുന ശൈഖ് അള്ളാഹു തങ്ങളുടെ ബഹുമാനപ്പെട്ട ഇബ്നു മിശ്രി റളിയല്ലാഹുവിന്റെ ആയുസ് മുഴുവൻ സമർപ്പിച്ചുള്ളത്, ജീവിതം മുഴുവൻ സമർപ്പിച്ചുള്ളത് ആർക്കാണ്? അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അവിടെയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. നമ്മളൊക്കെ ജീവിതവും നമ്മുടെ ആയുസ്സും നമ്മുടെ ചിന്തയ്ക്ക് എവിടെയാണ് നമ്മൾ ഇപ്പോഴും സമർപ്പിച്ചുള്ളതെന്ന് ആലോചിക്കണം. ബഹുമാനപ്പെട്ടവർ സയ്യിദുന ശൈഖ് അള്ളാഹു അങ്ങനെ
ഒരു സമയത്ത് അഥവാ ഫത്ത് ഉണ്ടാകുന്ന സമയത്ത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവർകളോട് ഫാസ് വിട്ടു പോകാൻ പറഞ്ഞു. അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മര്യാദ അദബ് പാലിച്ച് ബഹുമാനപ്പെട്ടവർ യാത്രയായി ഫാസിൽ നിന്നും. അങ്ങനെ അത് ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെയും നിർദ്ദേശപ്രകാരമാണല്ലോ ഇത് ചെയ്യുന്നത്. അങ്ങനെ മഹാനവറുകൾ സഹാറയുടെ ഭാഗത്തേക്ക് യാത്ര ചെയ്യും. ഈ നാട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിൻ്റെ നാട്, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളെയൊക്കെയും വിട പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ സഹാറയുടെ ഭാഗത്തേക്ക് യാത്രയായി. അത് കടന്നു ചെന്നെത്തുന്നത് പരിശുദ്ധമാട്ടപ്പെട്ട ബൈനുമാലി പ്രദേശത്തായിരുന്നു. ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്ന് എവിടെയാണ്? ഐനുമാലിയിൽ. അവിടെ താമസമാക്കി. ഒരു വർഷം തികഞ്ഞില്ല. അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവർക്ക് അസുഖം ബാധിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു മശ്രി റളിയല്ലാഹു അൻഹു ആദ്യം അസുഖം ബാധിച്ചു. അസുഖം മറ്റൊന്നുമായിരുന്നില്ല, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിൻ്റെ വേർപാടായിരുന്നു. ആ ശരീരം തളരാൻ തുടങ്ങി. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിൻ്റെ വിട പറയൽ ആ ശരീരത്തിന്, ആ ആത്മാവിനെ ഉൾക്കൊള്ളുന്നതിനും അപ്പുറമായിരുന്നു. ആ ശരീരം തളരാനും രോഗം ബാധിക്കാനും തുടങ്ങി. ആ രോഗത്തിൻ്റെ കാരണം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിനോട് ഉള്ള വിട പറയലായിരുന്നു. അദ്ദേഹം കൂടെയുള്ളവരോടൊക്കെയും എപ്പോഴും മഹാനവറുകളുടെ പരാതി, സങ്കടം, വ്യസനം ഇത് തന്നെയായിരുന്നു. ഈ പ്രവാസം, ഈ നാടുവിടൽ, ഈ വിദൂരത എന്നെ അലോസരപ്പെടുത്തുന്നു. എനിക്ക് പെട്ടെന്ന് എൻ്റെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് എത്തണം എന്ന് പറയുന്ന ആ കൊതിക്കുന്ന മനസ്സ്, അത് വായയിലൂടെ, നാവിലൂടെ മഹാന കൂടെയുള്ളവരോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു ആ മഹാത്മാവ്, ആ മഹാമനീഷി. അതിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോഴും ആഗ്രഹിക്കും. അതുമാത്രമായിരുന്നു ഊണിലും ഉറക്കിലും എപ്പോഴും ചിന്ത. ഉറക്കില്ലാത്ത ചിന്ത എന്താണ്? സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തണമേ എന്നായിരുന്നു. ഞാൻ എന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കും, ഞാൻ ഫാസിലേക്ക് പോകും, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു സംഗമിക്കും എന്ന് മഹാനവറുകൾ അപ്പോഴും പ്രതീക്ഷ കൈവെടിയാതെ ആ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. മഹാനവറുകളിൽ നിന്ന് ആ പ്രതീക്ഷ തെറ്റിയിട്ടില്ല, മുറിഞ്ഞു പോയിട്ടില്ല. എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആ മഹാനവറുകൾക്ക് ചിന്തയുണ്ട്. എന്ത്? എന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കും, ഞാനൊരു ദിനം ഫാസിലേക്ക് പോകും. അങ്ങനെയുള്ള ചിന്തയിലായി ജീവിക്കുകയായിരുന്നു മഹാനവറുകൾ. എന്നിട്ട് ഞാൻ എൻ്റെ മഹബൂബുമായിട്ട്, എൻ്റെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായിട്ട് ഞാൻ സംഗമിക്കും, ഞാൻ കണ്ടുമുട്ടും എന്നൊരു പ്രതീക്ഷ മഹാനവറുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മഹാനവറുകളുടെ ആ ബന്ധത്തെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കത്തുണ്ട്. മഹാനവറുകൾ അഥവാ ഇബ്നു മശ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അവസാന സമയങ്ങളിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ എഴുത്തുണ്ട്. ആ എഴുത്ത് വായിക്കുന്ന ആരുടെയും കണ്ണു നിറയും, കൽബൊന്ന് പിടക്കും. ചരിത്രകാരന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു രേഖയാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഇബ്നു മശ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ ബന്ധത്തെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രേഖയാണ് സത്യം പറഞ്ഞാൽ ഈ കത്ത്. ആ കത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. ഖുദ്വത്തുനാ വസനദുനാ സയ്യിദുനാ വവസീലത്തുനാ ഇലല്ലാഹ്. എൻ്റെ എല്ലാമായിട്ടുള്ള, എൻ്റെ സന്മാർഗദർശിയായിട്ടുള്ള, എൻ്റെ സനദായിട്ടുള്ള, എൻ്റെ നേതാവായിട്ടുള്ള, എൻ്റെ എല്ലാമായിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തുന്ന ഖുത്ബുൽ അഖ്താബ് മൗലാന അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് അത്തിജാനി റളിയല്ലാഹു അൻഹു അവരിലേക്ക് എൻ്റെ ഈ കത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും ഒക്കെയും അല്ലാഹു അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരോടുള്ള ഹുബ്ബ് കാരണത്താൽ ആ മഹാനവരുടെ അൻവാറുകളിൽ നിന്ന്, മദദിൽ നിന്ന്, മഅരിഫത്തിൽ നിന്ന് എല്ലാം നമുക്ക് ആവോളം കോരിക്കുടിക്കാൻ, നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്നാണ് മഹാനവറുകൾ കത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. ഇതിനൊക്കെ ശേഷം മഹാനവർ പറയാണ്, നേതാവിനോട് അവരുടെ അടിമ ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്. ആ നേതാവിൻ്റെ നോട്ടത്തിൽ എപ്പോഴും ഈ അടിമ ഉണ്ടായിരിക്കണമേ എന്ന്. ആ നേതാവിൻ്റെ നോട്ടത്തിൽ എപ്പോഴും, ആ തർബിയത്തിൽ ഈ അടിമ ഉണ്ടാകണമേ എന്നാണ് ഈ അടിമയുടെ ആഗ്രഹം. ആ നേതാവിനോടാണ് ഏറ്റവും ഈ അടിമ ഇഷ്ടം വെക്കുന്നത്,
ഇഷ്കിലായി കഴിഞ്ഞുകൂടുന്നത്. ആ ഹിമായത്തിലാണ് ഈ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഇപ്പോൾ രോഗാവസ്ഥയിലാണ്. രോഗം ബാധിച്ച് അങ്ങെത്തിയിട്ടുണ്ട്. ഈ മനുഷ്യന് ഈ രോഗം മാറുമെന്ന് തോന്നിക്കുന്നില്ല. ആ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ നിങ്ങളിലെ കരങ്ങളിലെത്താതെ അടുക്കെത്താതെ ആ കണ്ടുമുട്ടൽ ഉണ്ടാവാതെ ഈ പാപിയുടെ, ഈ മനുഷ്യന്റെ, ഈ അടിമയുടെ രോഗം മാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുമായി സംഗമിക്കുക എന്നതാണ് ഈ മനുഷ്യന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള മരുന്ന്. ഇപ്പോഴുള്ള മരുന്ന് എന്തേ ഉള്ളൂ? ഈ രോഗം മാറാനുള്ള മരുന്ന് എന്തേ ഉള്ളൂ? ഞങ്ങൾ ഒന്നിച്ച് കണ്ടുമുട്ടുക എന്നത് മാത്രമാണ്. ഞാൻ ഈ രോഗം ബാധിച്ചതിന് ശേഷം ഭൂനാഫിയ എണ്ണ ഞാൻ പുരട്ടി ഉപയോഗിച്ചു. ഭൂനാഫി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ മൊറോക്കോ, അൾജീരിയ, സുഡാൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകം ഒരു ചെടിയാണ്. ഈ ചെടി പിന്നെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷമായി മാറും. അഥവാ ശരീരത്തിന്റെ വേദന, രോഗം, അസുഖം തിബിലൊക്കെ പറയുന്ന ഒരു ചെടിയാണിത്. എന്ത്? ഭൂനാഫി. മഹാനവർ പറയാണ്, ഞാൻ ഈ അസുഖം ബാധിച്ചപ്പോൾ ഭൂനാഫി എണ്ണ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു ശരീരത്തിന്റെ രോഗം മാറാൻ. അത് വെള്ളം തൊടാതെ ഉപയോഗിക്കണം. അങ്ങനെ കുറെ ദിവസക്കാലം ഞാൻ വെള്ളം ഉപയോഗിക്കാതെ ഈ എണ്ണ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു. പക്ഷെ ഒരു ഉപകാരവുമില്ല. പക്ഷെ ഒരു ഉപകാരമില്ല. അതിനുള്ള മരുന്ന് എന്തേ ഉള്ളൂ? അതിന് പ്രതിവിധി എന്തേ ഉള്ളൂ? അതിന് പ്രതിവിധി മറ്റൊന്നാണ്. ആ മറ്റൊന്ന് എന്താണ്? സയ്യിദുന ശൈഖ് അള്ളാഹുവിനോട് കണ്ടുമുട്ടുക എന്നതേ ഉള്ളൂ. വേറൊരു മരുന്നും ഞാൻ എന്താകുന്നില്ല. പല മരുന്നും ഞാൻ പരീക്ഷിച്ചു. പക്ഷെ അതൊന്നും എന്താകുന്നില്ല, എന്റെ ശരീരത്തിന് ഏൽക്കുന്നില്ല. അതിനൊറ്റ മരുന്നേ ഉള്ളൂ. എന്താണ്? സയ്യിദുന ശൈഖ് അള്ളാഹുവിനൊക്കെ കണ്ടുമുട്ടുക. അതല്ലാത്ത വേറൊരു മരുന്നും ഉപകാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ മാത്രമാണ് എനിക്ക് എന്റെ ആത്മാവിനും എന്റെ ശരീരത്തിനുമൊക്കെയും ശിഫ നൽകുന്ന മരുന്ന്. അതുമാത്രമാണ്. അപ്പോൾ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹി ബിഖൈർ. ഇപ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് ഖൈറാണ്. അഥവാ സയ്യിദുൽ ശൈഖ് തങ്ങളെ നിങ്ങളെ ഫളിൽ കൊണ്ട്, നിങ്ങളെ നോട്ടമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഖൈറിലാണ്. അൽഹംദുലില്ലാഹ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ് കത്തിൽ, നാം തങ്ങളെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഏറ്റവും സ്വഭാവ വൈശിഷ്ട്യത്തിനുടമയായിട്ടുള്ള പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് തങ്ങളെ. ആ തങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അത് മുന്നിൽ നിർത്തി ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. എന്ത്? നിങ്ങളും ആയിട്ട് സംഗമിക്കാൻ. എൻ്റെ ഇപ്പോൾ പ്രാർത്ഥന ദുആ എന്താണ്? അള്ളാഹുവേ, എന്നെയും സയ്യിദുന ശൈഖ് തമ്മിൽ കണ്ടുമുട്ടാനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ. ഇല്ലിയിൽ വരെ അത് നിലനിൽക്കുന്ന അറിയാത്ത ബന്ധമായി അത് അവിടെ എത്തിക്കണേ ഞങ്ങളുടെ ഈ ബന്ധത്തെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ലോകം വിശാലമാണ്, ഭൂമി വിശാലമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടുങ്ങിയിട്ടാണുള്ളത്. എനിക്ക് വിശാലതയൊന്നും തോന്നുന്നില്ല. കാരണം എന്ത്? ഈ വേർപാട്. ഇപ്പോൾ എൻ്റെ ഹൃദയങ്ങൾക്കൊക്കെ ഹൃദയത്തിനൊക്കെയും രോഗം ബാധിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയും നിങ്ങളുമായിട്ടുള്ള വേർപാട് കാരണത്താലാണ്. അതൊന്നും എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഇതൊക്കെയും എന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് എനിക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു പ്രയാസത്തിലാണ്, ക്ലേശത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വെപ്രാളത്തിന്റെ അങ്ങേ അറ്റത്തിലാണുള്ളത്. അങ്ങേ അറ്റത്തിലാണ് ഞാനിപ്പോൾ കൊള്ളുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും നിങ്ങളുടെ ആ മനോഹരമായ സദസ്സുകൾ, ആ മജ്‌ലിസുകൾ, ആ നോട്ടം, അതൊക്കെയും നഷ്ടപ്പെട്ടിട്ടില്ല. വേവലാതിയിലാണ് ഞാൻ. അതിലേക്കാണ് ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ അവഗണിക്കരുതേ, എന്നെ ഒഴിവാക്കിയാക്കരുതേ. എന്നെ സംബന്ധിച്ചിടത്തോളം ദുന്യാവ് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ രസം, എൻ്റെ പരിഗണന എന്ന് പറയുന്നത് തങ്ങളെ നിങ്ങളും ഇബാദത്തും മാത്രമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് മാത്രമായി ഞാൻ അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ അവഗണിച്ചേക്കല്ലേ. അങ്ങനെ അവഗണിച്ചായാൽ എൻ്റെ ആയുസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പിന്നെ അതുകൊണ്ടൊരു ഉപകാരമില്ല. എൻ്റെ ജീവിതം കൊണ്ട് പിന്നെന്ത് ഉപകാരമാണുള്ളത്? ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ അവഗണിപ്പിച്ചാൽ, നിങ്ങൾ എന്നെ അവഗണിച്ചാൽ ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അത് വലിയ മുസീബത്താണ്. എന്നെ അവഗണിച്ചേക്കല്ലേ എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു മിശ്ർ റളിയല്ലാഹു അൻഹു കത്തിലൂടെ പരാമർശിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, അള്ളാഹുവേ, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നുള്ള റിള എന്നെയും കുടിപ്പിക്കണമേ.
അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണമേ. വസ്സലാം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമ എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് അവസാനിക്കുന്നത്. അതിൻ്റെ കൂടെ അതിനുശേഷം പറയാണ്, ഈ കത്തൊക്കെ കഴിഞ്ഞു, പക്ഷേ എങ്കിലും കപ്പലുകൾ കൊതിക്കാത്ത വിധത്തിലാണ് കാറ്റുകൾ വീശുന്നത്. കപ്പലുകൾ കൊതിക്കാത്ത ആഗ്രഹിക്കാത്ത രീതിയിലാണ് കാറ്റുകൾ വീശുക. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അഥവാ ബഹുമാനപ്പെട്ട ഇബ്നു മിശ്ർ റളിയല്ലാഹു അൻഹുവിനെ അസുഖം ബാധിച്ചു, മൂർച്ഛിച്ചു, ശരീരമൊക്കെയും മെലിഞ്ഞു. അന്തരാളങ്ങളിൽ നിന്നും ശക്തമായ തേങ്ങലുകൾ, നരക്കങ്ങൾ വന്നു തുടങ്ങി. ബഹുമാനപ്പെട്ടവർ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിന്റെ ഇഷ്കിലായിട്ട് അങ്ങനെ ഉരുകിത്തീർന്നു. പറയപ്പെട്ട ഐനുമാലിയിൽ തിങ്കളാഴ്ച ദിവസം അഥവാ 1224 ഹിജറ പരിശുദ്ധമായ ദുൽഖഅദ മാസം ആരംഭത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം ഐനുമാലിയിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിന്റെ ഇഷ്കിലായി മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു, വഫാത്തായി. അന്ന് ഇബ്നു മിശ്ർ റളിയല്ലാഹുവിന്റെ വേർപാട് ബഹുമാനപ്പെട്ട മിശ്രിത്വങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, തിജാനിയത്തിലെ ഇഖ്വാനിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അസ്ഹാബുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദനയായിരുന്നു. അവർക്കൊക്കെയും മനപ്രയാസമുണ്ടായി മിശ്ർ റളിയല്ലാഹുവിന്റെ വേർപാട്. വിശിഷ്യ ഇബ്നു മിശ്ർ റളിയല്ലാഹുവിന്റെ എല്ലാമായിട്ടുള്ള മാർഗദർശിയായിട്ടുള്ള കൈപിടിച്ച് കൊണ്ടു നടന്നിട്ടുള്ള സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ വേദനയുണ്ടാക്കി മിശ്ർ റളിയല്ലാഹുവിന്റെ വേർപാട്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു മിശ്ർ റളിയല്ലാഹു അൻഹു നൽകുന്ന കത്തിൽ, അത് തഅസിയത്തിൽ, അനുശോചന കത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് മിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർക്ക് നൽകിയ തഅസിയത്ത് പത്രമുണ്ട്. അതിൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമ. ബഅദൽ ഹംദുലില്ലാഹി ജല്ല ജലാലുഹു വഅസ്സ കിബ്രിയാഹു വതആല ഇസ്സഹു വതഖദ്ദസ മജ്ദുഹു വകറമുഹു. എന്നിട്ട് പറയാണ്, ഞാൻ ഈ കത്തയക്കുന്നത് എൻ്റെ ഇഷ്ടമായിട്ടുള്ള ഇബ്നു മിശ്ർ തങ്ങളുടെ കുടുംബക്കാരിലേക്കാണ്, കൂട്ടുകാരിലേക്കാണ്, കുടുംബക്കാരിലേക്കാണ്. അവർക്കൊക്കെയും ഇബ്നു മിശ്ർ റളിയല്ലാഹു അൻഹുവിനും അവരുടെ കുടുംബത്തിനുമൊക്കെയും എൻ്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുണ്ട്. ആരാണ് പറയുന്നത്? കേൾക്കുന്നില്ലേ? മിശ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത വലിയ സ്ഥാനമാണ് മിശ്ർ റളിയല്ലാഹു അൻഹു കുടുംബത്തിനുമുള്ളത്. അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു കുടുംബത്തിന് അത് ഓരോരുത്തരെയും പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. ഓരോരുത്തരെയും പ്രത്യേകം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊക്കെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മിൻ കിതാബി ഇലൈക്കും അൽ അബ്ദുൽ ഫഖീർ ഇലല്ലാഹി അഹ്മദ് ഇബ്നു മുഹമ്മദ് അത്തിജാനി വഅലാ കാഫത്തി ഔലാദിക്കും വഅലൈക്കും. ഈ കത്ത് എഴുതുന്നവരാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു മുഹമ്മദ് അത്തിജാനി റളിയല്ലാഹു തങ്ങളാണ്. എന്നിട്ട് താസിയത്തിന്റെ വാചകം പറയാണ്: അല്ലാഹു അജ്റനാ വഅജ്റക്കും വഹസന അസാന വഅസാക്കും വജബറ മുസീബതനാ വമുസീബതകും ഫീ സയ്യിദി മുഹമ്മദ് ബിൻ മശ്രി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാൻ പറയാണ്, അഥവാ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളത് വലിയൊരു മുസീബത്താണ്, വലിയൊരു പ്രയാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നിങ്ങളുടെ കുടുംബത്തിനൊക്കെയും ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഇബ്നു മിശ്ർ തങ്ങൾ റളിയല്ലാഹു അൻഹു അതിന് പകരം നൽകട്ടെ. ആ മുസീബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നികത്തി തരട്ടെ. ആ പ്രയാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും അകറ്റി തരട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിങ്ങളുടെ അടിമകളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനാണ് നിങ്ങളിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. ആര്? മിശ്ർ റളിയല്ലാഹു അൻഹു. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനം എത്തിയാൽ കുൻ ഫയകുൻ, അത് സംഭവിച്ചിരിക്കും. അതിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ആർക്കും കൈകടത്താൻ സാധിക്കില്ലല്ലോ, ആർക്കും ഇടപെടാൻ സാധിക്കില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വൈദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദല, ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ ദുആ ചെയ്യുന്നു. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു പറയാണ്, ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ധനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധനവ് നൽകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകളും നിഅമത്തുകളൊക്കെയും വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയൊക്കെയും അവന്റെ റഹ്മത്തിന്റെയും മഹബത്തിന്റെയും നോട്ടം നോക്കട്ടെ. എല്ലാവിധ ശത്രുക്കളുടെയും എല്ലാവിധ അസൂയക്കാരുടെയും ശർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് കരുണ കാണിക്കുകയും സഹായിക്കുകയും നിങ്ങളെ ചെയ്യട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും അവന്റെ നോട്ടം, അവന്റെ സംരക്ഷണം നിങ്ങളുടെ മേലെ എപ്പോഴും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും അനന്തമായിട്ടുള്ള രക്ഷാ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവിധ തിന്മയുടെയും ഫിത്നയുടെയും പ്രയാസത്തിന്റെയും സങ്കടത്തിന്റെയും എല്ലാവിധ ബുദ്ധിമുട്ടിന്റെയും നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കുകയും ആ സംരക്ഷണയുടെ കവചം വസ്ത്രം നിങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. തീർച്ചയായും അല്ലാഹുവാണ് ഏറ്റവും എല്ലാത്തിനും കഴിവുള്ളവൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. ഇങ്ങനെയാണ് കത്ത് അവസാനിക്കുന്നത്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുശോചന കത്ത്, താസിയത്ത് ലെറ്റർ കത്ത്. പൊതുവായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബ്നു മശ്അർ റളിയല്ലാഹു അൻഹു അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മശ്അർ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാട് വല്ലാത്ത വേദന, മനസ്സിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ആളുകളും ശരി, ദൂരെയുള്ള ആളുകളാണെങ്കിൽ ശരി, അവർക്ക് വലിയ വേദന ഉണ്ടാക്കി മഹാനവറുടെ വിടവ്. കാരണം ബഹുമാനപ്പെട്ട മശ്അർ റളിയല്ലാഹു അൻഹു നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, നല്ല സ്വഭാവമാണ്, നല്ല വ്യക്തിത്വമാണ്, എല്ലാവരോടും നല്ല ഇടപെടലാണ്, എല്ലാവരോടും നല്ല അനുകമ്പയാണ്, നല്ല മനസ്സിനുടമയാണ്, ഹൃദയ നൈർമല്യമുള്ള മഹാനാണ്. ഇങ്ങനെ ഒരു സുസ്ഥിരമായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് ആര്? അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കി ബഹുമാനപ്പെട്ടവരുടെ വേർപാട്. അവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും സ്ഥാനമുള്ളതുപോലെ തന്നെയും ബഹുമാനപ്പെട്ട തരീഖത്ത് തിജാനിയിൽ, ഈ തിജാനിയ തരീഖത്തിലും ബഹുമാനപ്പെട്ട ഇബ്നു മശ്അർ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ സ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ട തിജാനിയത്തിന് ചെയ്ത സേവനങ്ങൾ വിലമതിക്കാത്തവരാണ്. അത്രയും ഉന്നതമായ സേവനങ്ങളാണ് മഹാനവറുകൾ ബഹുമാനപ്പെട്ട തിജാനിയ തരീഖത്തിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെയും അതിന് സാക്ഷികളാണ്. ഖിയാമത്ത് നാൾ വരെ ബഹുമാനപ്പെട്ട ഇബ്നു മശ്അർ റളിയല്ലാഹു അൻഹുവിന്റെ സേവനങ്ങൾക്ക് അതാത് കാലഘട്ടം എന്താണ്, അതിന് സാക്ഷിയാണ്. അത്രയും സേവനമാണ് മഹാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഖിയാമത്ത് നാൾ വരെ മഹാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, മഹാനവറുകൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മഹാനവറുകൾ ഇൽമിലും ദിക്റിലും ഇഫ്ഫത്തിലും ഇസ്തിഖാമത്തിലുമായി ജീവിച്ച ആ ജീവിതം ലോകത്തിന്റെ കാലാകാലത്തോളം സ്മരിക്കപ്പെടുകയും പിന്തുടരപ്പെടുകയൊക്കെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആലിമായ മുഖ്ലിസായ ഈ മഹാമനീഷിക്ക്, ഈ മഹാത്മാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ ഈ തരീഖത്തിന് ചെയ്ത സേവനങ്ങൾ കാരണത്താൽ മഹാനവറുകളുടെ ഉന്നതമായ ദർജയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടവർ ഇത്രയും സേവനം ചെയ്ത ബഹുമാനപ്പെട്ട മഹാമനീഷി മഹാത്മാവ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മാതാപിതാക്കളുടെ ഇടയിൽ ഐനുമാലിയിൽ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്യപ്പെട്ടു. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമൊക്കെയും സ്വാലിഹായ സൽക്രമമായി നാം ഇന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങളെ പാപങ്ങളൊക്കെയും മായ്ച്ചു കളയപ്പെടാൻ, പുറത്തു തരാൻ ഇതൊക്കെയും ഒരു കാരണമാക്കി സബബാക്കി മാറ്റി തരുമാറാവട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെല്ലാവരെയും നമ്മയും നമ്മുടെ കുടുംബക്കാരെയും ഇഖ്വാനികളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.